ഞങ്ങളെല്ലാം ചെയ്യും, ഇറാന് വേണ്ടി ഞങ്ങൾ എല്ലാ രീതിയിലും ഇറാൻ്റെ കൂടെ നിൽക്കുന്നു, റഷ്യ പറഞ്ഞ കാര്യമാണ്. ഈ ഒരു യുദ്ധം തുടങ്ങി കുടുങ്ങിയ കുറേ ആൾക്കാരുണ്ട്. അതായത് ഇസ്രായേലും അമേരിക്കയും. ഇപ്പം അമേരിക്കയ്ക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ചർച്ച വെച്ചിട്ടോ എന്തെങ്കിലും കാണിച്ചിട്ട് നിർത്തണം എന്നുള്ളൊരവസ്ഥയിലാണ് അമേരിക്ക ഉള്ളത്. ഇസ്രായേലിനെ എടുത്തു കഴിഞ്ഞാലോ അതിനേക്കാൾ പരിതാപകരമാണ്. അതായത് ഞങ്ങളെല്ലാം സജ്ജമാക്കി റെഡിയാക്കി നിൽക്കുകയാണ്, അമേരിക്ക സമ്മതം തന്നാൽ മാത്രമേ ഞങ്ങൾ ഇനി യുദ്ധം ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ പിടുങ്ങാമണി വിറയ്ക്കും, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ ഞങ്ങളും ഇല്ലാന്ന്. അതായത് തുടങ്ങിയവന്മാരൊക്കെ കുടുങ്ങി, അല്ലെങ്കിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ ഇനി ഇതൊന്ന് ഒഴിഞ്ഞു പോകണം എന്ന് എങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ. ആ കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ ഇറാൻ്റെ ഓരോ നേതാക്കളെ എടുത്തോ, ഇറാൻ്റെ നേതാക്കൾ എവിടെ കണ്ടു കഴിഞ്ഞാലും എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കാൻ നോക്കുന്ന അമേരിക്കയും ഇസ്രായേലും. അക്കൂട്ടത്തിലും ഒരുപാട് പേര് മരണപ്പെട്ടെങ്കിലും അക്കൂട്ടത്തിൽ ഇപ്പോഴും ഈ അബ്ബാസ് അറാച്ചിനെ പോലത്തെ അല്ലെങ്കിൽ ഒരുപാട് വിദേശകാര്യ വക്താക്കളും അവരും ഇവരും ഒക്കെ ഒമാനിലോട്ട് പോകുന്നു, പാകിസ്ഥാനിലോട്ട് വരുന്നു, തിരിച്ച് ഒമാനിലോട്ട് പോകുന്നു, തിരിച്ച് പാകിസ്ഥാനിലോട്ട് വരുന്നു. അവസാനം ഇപ്പോൾ റഷ്യയിൽ മോസ്കോയിൽ അതും വ്ളാഡിമിർ പുടിനായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങും കഴിഞ്ഞു. ഈ ഒരൊറ്റ മീറ്റിങ്ങോടുകൂടി നിങ്ങൾ കണ്ടോ ഇനി വലിയ പല മാറ്റങ്ങളും ചർച്ചയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് പല കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരും. കാരണം ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും യുദ്ധം തുടങ്ങി 2 മാസമായിട്ടോ, അതായത് ഫെബ്രുവരി 28 ആദ്യത്തെ അറ്റാക്ക്. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും കൂടി യുദ്ധം തുടങ്ങിയ ദിവസം 28, ഇന്നിപ്പോൾ 28-ാം തീയതിയായി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും 2 മാസം 60 ദിവസം ഏകദേശം ഈ യുദ്ധത്തിൻ്റെ കാലയളവ്. 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ നെതന്യാഹുവും ട്രംപും മാറി വന്ന് പറഞ്ഞത് യുദ്ധം അധികം നീളില്ല, 2 ദിവസം, അതല്ല 5 ദിവസം, അതിൽ ഒരാഴ്ച 2 ആഴ്ചനുള്ള എല്ലാം തീരും എന്ന് പറഞ്ഞ ആളുകൾ 60 ദിവസമായി ഒരു കാര്യം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് നേതാക്കളെ കൊല്ലാൻ പറ്റി. അതിനുശേഷം അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കൾ പിന്നിൽ വന്നു. ഒരു കാര്യങ്ങളും ഈ ഇറാനെ തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാണ്ട് തോറ്റമ്പിരിക്കുന്ന ആളുകൾ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി, ലോക നേതാക്കൾക്ക് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോഴും ഇറാൻ അല്ലെങ്കിൽ ഇറാനോട് ഇസ്രായേൽ അമേരിക്കയും തോറ്റിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസംഘികളും. പിന്നെ അവിടെ ചണ്ഡീഗഡ് പോയ ടീം, ഇവർ മാത്രമാണ് ഇപ്പോഴും ഇസ്രായേലാണ് ജയിച്ചത് എന്ന് പറയുന്നത്. വേറെ ഒരു മാറ്റങ്ങളും യുദ്ധത്തിലുണ്ടായിട്ടില്ല. കുറേ പേരുടെ ജീവൻ പോയി, കുറേ പേരുടെ ബിസിനസ് പോയി, കുറേ പേരുടെ ആളുകൾ, കുടുംബവും ബന്ധങ്ങളും വീടുകളും ഒരുപാട് നഷ്ടപ്പെട്ടു. അങ്ങനെ അങ്ങ് നിൽക്കുന്നു. അപ്പം ഈ ഒരു റഷ്യയുടെ അല്ലെങ്കിൽ റഷ്യയുടെ സപ്പോർട്ട്, അല്ലെങ്കിൽ റഷ്യ പറഞ്ഞത് ഇത്രയും കാലം റഷ്യയും ചൈനയുടെയും സൈഡും നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളൂ, അവർ സപ്പോർട്ട് ചെയ്യും, ഇവർ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് ഒന്നും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. റഷ്യ പച്ചക്ക് നേരിട്ട് തന്നെ ഒരു പറയുന്ന അവസ്ഥ. അതായത് പുടിൻ്റെ ഉറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസകരമായിട്ടുള്ള ഏത് ഘട്ടത്തിലും ഇറാൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും, ഇറാൻ ഞങ്ങൾക്ക് സുഹൃത്താണ്, പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റഷ്യ എല്ലാം ചെയ്യും എന്നുകൂടി അബ്ബാസ് അറാച്ചിനോട് പുടിൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ അലി ഖാംനിയിൽ നിന്നും തനിക്ക് നേരിട്ട് സന്ദേശം ലഭിച്ചു എന്നും കൂടെ പുടിൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഖാംനി അല്ലെങ്കിൽ മുസ്തഫ ഖാംനി മരിച്ചു എന്ന് പറഞ്ഞ് സന്തോഷം കൊള്ളുന്ന നമ്മുടെ നാട്ടിലെ സംഘികൾക്കും അല്ലെങ്കിൽ മറ്റ് തീവ്ര ക്രിസംഘികൾക്കും ഒക്കെ ഒരു മറുപടിയായിട്ട് പുടിൻ തന്നെ വന്ന് പറഞ്ഞു. അതായത് മുസ്തഫ ഖാംനിയുടെ സന്ദേശം ഞാൻ നേരിട്ട് കൈപ്പറ്റിയിരിക്കുന്നു, നല്ല കാര്യം എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയും കൂടെ ഇന്നലെ രാത്രിയോടുകൂടി പുറത്തോട്ട് വന്നു. അപ്പം ഇനി പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ഈ ഇത്രയും ദിവസം റഷ്യ കൂടെ നിൽക്കും എന്ന് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ പച്ചക്ക് വന്ന് പറയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ അമേരിക്കയ്ക്കും ഇസ്രായേലിനുള്ളൂ. അതല്ലാണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യങ്ങൾ അവർക്കില്ല. ഇന്നലത്തെ ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ഒരു ചർച്ച, ഇറാൻ റഷ്യ ചർച്ചയുടെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 3 ഉപാധികൾ ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് സുരക്ഷാ ഉറപ്പാണ്. അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണങ്ങൾ എന്നേക്കുമായിട്ട് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കണം. ഇനി ഒരിക്കലും ഇറാനെതിരെയോ ലെബനോനെതിരെയോ സൈനിക നടപടികൾ ഉണ്ടാകില്ലെന്ന ഔദ്യോഗികമായിട്ടുള്ള ഉറപ്പ് അവർ തരികയാണെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഹോർമോസ് തുറക്കാം. അതായത് അങ്ങോട്ട് അവർ കയറി ആക്രമിച്ചു, അവരായിട്ട് ആക്രമണം നിർത്തട്ടെ, അല്ല ഞങ്ങളായിട്ട് ആക്രമണം നിർത്തുന്നില്ല, ഞങ്ങൾ ആരെ കാലം പിടിക്കാനും പോകുന്നില്ല, നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് മതിയായും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ ഞങ്ങൾ ഹോർമോസ് തുറന്നു തരാം. അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കപ്പെടാത്തൊരവസ്ഥ. അതിനവർ ഏത് രീതിയിൽ സമ്മതിക്കുമെന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യങ്ങൾ പറഞ്ഞത് ഹോർമോസ് കടലിടുക്കുമായിട്ടുള്ള സംബന്ധിച്ച് ഒമാനുമായിട്ട് ചേർന്ന് ഹോർമോസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും അത് ഒരു നിയമപരമായിട്ടുള്ള ചട്ടക്കൂട് നിർമ്മിച്ചിട്ട് അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇറാനും അതുപോലെ തന്നെ ഒമാൻ്റെ സപ്പോർട്ടോടു കൂടി ഞങ്ങൾ ചെയ്യും. ഇവിടെയും അമേരിക്കക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ ഒരു ഇതുമില്ല. ഇറാൻ പറയും, കാരണം ഇറാനാണ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇറാൻ പറയും അതിലൂടെ ഏത് കപ്പൽ പോകും, അതല്ലെങ്കിൽ കപ്പൽ പോകുന്ന കപ്പലുകൾക്ക് അതിനുള്ള തീരുവ കറക്റ്റായിട്ട് തിന്നിട്ട് അതിനൊരു നിയമ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിക്കോളൂ, അതും ഞങ്ങൾ ഓക്കെയാണ്.
ഇനി മൂന്നാമത്തെ ആണവ പദ്ധതികൾ, അതായത് ആദ്യ 2 ഘട്ടങ്ങളിലായിട്ട് ചർച്ച നടന്നിരുന്നു. ഒരു ധാരണയിൽ എത്തും എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ആ ഒരു പദ്ധതി ഇല്ലാണ്ടാക്കിയത് ഇസ്രായേലാണ് അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കയറി ബോംബ് ചെയ്തിട്ട് ഇത് ഇത്രയും രൂക്ഷമാക്കിയിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആണവ പദ്ധതികളിൽ പ്രത്യേകിച്ച് ചർച്ചകളൊന്നും വേണ്ട, അത് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇറാൻ്റെ മൂന്നാമത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. ഈ 3 ആവശ്യങ്ങൾ വന്നത് നിങ്ങൾ നോക്കണം. വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ചർച്ചയിലോട്ട് പോകാം, നമുക്ക് യുദ്ധം നിർത്താൻ, നമുക്ക് ഹോർമോസ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ പിന്നിലുള്ള കളി ഇറാന് പൂർണ്ണ സപ്പോർട്ടാണ് ഈ റഷ്യയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇറാൻ കട്ടക്ക് ഈ 3 കാര്യങ്ങൾ അങ്ങ് പറഞ്ഞത്. ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ, തോറ്റ് എന്ന് ഉറപ്പിക്കുക. സത്യം ഇതിൻ്റെ ചുരുക്കം അതല്ലേ. അതായത് ഇനി ആക്രമണം കാര്യങ്ങളൊക്കെ നിർത്തിക്കൂടാ, ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഒക്കെ ഞങ്ങൾക്ക് കിട്ടണം, നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലുണ്ടാവും. ഹോർമോസിൻ്റെ ആണവ പദ്ധതികളിൽ നിങ്ങൾക്ക് പ്രത്യേകം ചെയ്യാനില്ല. പിന്നെ റെജീം ചേഞ്ചാണ് നിങ്ങൾ പറഞ്ഞത്, അത് നടന്നിട്ടില്ല. പിന്നെ ഇനി മുതൽ നിങ്ങൾ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തതുമായി ഞങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മിസൈൽ പദ്ധതികളും കാര്യങ്ങളും നിർത്തണം, അതും ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങളും നടത്താണ്ട് നിങ്ങൾക്ക് യുദ്ധം നിർത്തി നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ഹോർമോസ് തുറന്നു തരാം. വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഇറാൻ്റെ 3 കാര്യങ്ങൾ. ഇനി ഇത് ഏത് രീതിയിൽ അമേരിക്ക അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇതിൻ്റെ ഡിസ്കഷൻസ് വരിക എന്നല്ല. കാരണം ഇസ്രായേൽ ഇപ്പോൾ ഈ പിക്ചറിലേ ഇല്ല. ഇസ്രായേൽ അവിടെ മൊത്തത്തിൽ അടിഞ്ഞ് പൊളിഞ്ഞിരിക്കുന്ന ഒരു ഇസ്രായേൽ കുറേ കാര്യങ്ങൾ തിരിച്ച് ഈ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം കുറേ ആയുധങ്ങളൊക്കെ വീണ്ടും നിറച്ച് അവിടെ ഒന്നുമല്ലാണ്ട് ഈ ചർച്ചയിൽ ഒന്നിലും ഭാഗമാവാണ്ട്, അല്ലെങ്കിൽ ഈ ബാക്കിൽ കൂടെ തനി ഈ ശകുനി പരിപാടി, ബാക്കിൽ അമേരിക്കനെ കുത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിക്ക് മാത്രം നിൽക്കുന്ന അണ്ടി ഉറക്കാത്ത കുറേ ടീംസ് ഉണ്ടല്ലോ. ആ ഒരു അവസ്ഥയിലോട്ട് ഇസ്രായേൽ അങ്ങ് മാറ്റി. ഇനി നമ്മൾ ആണുങ്ങൾ നമ്മൾ സംസാരിക്കുക. അതായത് അതല്ലെങ്കിൽ റഷ്യ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ചൈന ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് മീറ്റിംഗ് കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞു, ഇനി അമേരിക്ക വേണമെങ്കിൽ ഞങ്ങൾ മുന്നോട്ടിട്ട് തന്നു, വേണമെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, അവരൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ള അവസ്ഥയിലോട്ടാണ് ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഇത് സമ്മതിച്ചു തരാത്ത ഇസ്രായേലിൻ്റെ തോൽവി സമ്മതിച്ചു തരാത്ത ഇസ്രായേൽ ഇപ്പോഴും എന്തോ വലിയ ആനയാണ്, മാടയാണ്, മണ്ണാങ്കട്ട എന്ന് പറയുന്നവന്മാർക്ക് IDF-ന്റെ മുൻ ചീഫായിട്ടുള്ള ഒരാളുണ്ട്. ഇപ്പോഴും അവിടുത്തെ ഒരു ജനറലാണ് അദ്ദേഹം. ഇസ്രായേലി TV ആയിട്ടുള്ള ന്യൂസ് 14 കൊടുത്തിട്ടുള്ള ഇസ്രായേൽ ചാനൽ 14 കൊടുത്തിട്ടുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അഭിമുഖമാണിത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അയാൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഇയാളുടെ പേര് യിഫ്താച്ച് റോൺടാൽ എന്ന് പറഞ്ഞിട്ടാണ് ഇയാളുടെ പേര്. ഇയാൾ ഇസ്രായേലി ദേശീയ സുരക്ഷാ മേജർ ജനറലാണ്. ഇയാൾ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിൻ്റെ ദേശീയ സുരക്ഷാ നയങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കാരണം ഇസ്രായേലിൻ്റെ സുരക്ഷാ സിദ്ധാന്തങ്ങളും ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും മേലെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പ്രതിരോധ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പോയിട്ടുണ്ട്. തന്ത്രപരമായിട്ടുള്ള തിരിച്ചടികളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് നേരിട്ടത്. അതായത് ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും ഡ്രോണുകളും മിസൈലുകളും അവരുടെ സാങ്കേതിക വിദ്യകളുടെ വളർച്ചയും അവയുടെ എണ്ണവും പ്രതീക്ഷിച്ചതിൽ ഒരുപാട് അപ്പുറത്താണ്. എണ്ണം കൂടി, അവരുടെ സാങ്കേതിക വിദ്യ കൂടി അവർ ഇത്ര ഉണ്ടാക്കും ഞങ്ങൾ വിചാരിക്കുന്ന അപ്പുറത്താണ്. അത് കംപ്ലീറ്റ്ലി ഇസ്രായേലിൻ്റെ സൈന്യം അവരുടെ അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി പതറിപ്പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെടിക്കോപ്പുകളുടെ കുറവ്, അതായത് ഇറാൻ്റെയും ഹിസ്ബുള്ളയുടെയും കൃത്യപരമായിട്ടുള്ള മിസൈലുകളുടെ പെരുമഴ നേരിടാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ മിസൈലുകളുടെ ഇസ്രായേലിൻ്റെ പക്കലില്ലാണ്ടായിപ്പോയി, കംപ്ലീറ്റ് തീർന്നുപോയി. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ വന്നു. അയൺ ഡോം സിസ്റ്റം പോലുള്ള സിസ്റ്റങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥ. ഒരേ സമയം ആയിരക്കണക്കിന് മിസൈലുകൾ എത്തുമ്പോൾ അവയെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഇസ്രായേലിൻ്റെ IDF എത്തിപ്പോയി. പിന്നെ നിർമ്മാണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ, അതായത് പഴയ കാലത്തെ പോലെയല്ല. ഇപ്പോൾ ശത്രുക്കൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലാണ് അവർ കാര്യങ്ങൾ എത്തിക്കുന്നത്. ഞങ്ങളുടെ തുറമുഖങ്ങൾ, ഞങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾ, ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ, ഇതെല്ലാം തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇപ്പം ഇറാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സുരക്ഷാ നയങ്ങളിലുള്ള പരാജയം വളരെ അധികമാണ്. അത് ഞങ്ങളുടെ സ്പൈ വർക്കിംഗ് ആണെങ്കിലും മൊസാദിൻ്റെ വർക്കിംഗ് ആണെങ്കിലും അവരെ തന്നെ കവച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അവരെയും ഞങ്ങളെ തന്നെ സിസ്റ്റംസ് എല്ലാം ഹാക്ക് ചെയ്യുന്ന രീതിയിൽ ഇറാൻ വളർന്നു പോയി. ഇത് ഞങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ തോൽവിയാണ് എന്നാണ് ഈ ഒരു ആൾ ഇസ്രായേലി ചാനൽ 14 കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. മേജർ ജനറൽ ഇച്ചാഫ് റോൺടാൽ അയാളുടെ പേര്. അപ്പം അവർ തന്നെ, ഇതാണ് സത്യം, ഇതാണ് ഇസ്രായേലിൻ്റെ യഥാർത്ഥ അവസ്ഥ. അല്ലാണ്ട് സംഖ്യകൾ പറയുന്നതും ക്രിസംഖ്യകൾ പറയുന്നതും അവിടെ കക്കൂസുകം പോലെ പറഞ്ഞൊന്നുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നതെന്ന് അവരുടെ ആളുകൾ തന്നെ പുറത്തോട്ട് വന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥ പറയും. കാരണം കൂട്ടത്തിൽ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റഷ്യയും കൂടെ കൂടുകയാണ്, അല്ലെങ്കിൽ ഇനി സമാധാനത്തിനാണെങ്കിലും വേണ്ടില്ല, ഇനി യുദ്ധത്തിനാണെങ്കിലും വേണ്ടി റഷ്യ അവരുടെ കൂടെ കൂടുകയാണ് എന്നുള്ളൊരു തോന്നലും കൂടെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തിപ്പോകാനേ അമേരിക്ക നോക്കുള്ളൂ. അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങാത്തോടത്തോളം കാലം സ്വന്തം ഒറ്റയ്ക്ക് ഇറങ്ങി യുദ്ധം ചെയ്യാൻ നമ്മുടെ സംഖ്യകളുടെ ഫാദർലാൻഡിന്
കിടുങ്ങാമണി ഇല്ലാത്തത് കൊണ്ട്, അത് വിറയ്ക്കുന്നത് കൊണ്ട് ആ പരിപാടി നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.